ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. ദേ നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടനാണ് അല്ലെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്താ മുഖത്തെ ഭാവം, കൊള്ളാല്ലേ. എന്തിനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കിക്കളയാം അല്ലെ. ഓക്കെ, കൊള്ളാലോ. ചിക്കൻ ഫ്രൈ, യെസ്. ബനാന കൊള്ളാം, ഫ്രൂട്ട്സ് ഉണ്ട്. സോസ് ഒക്കെ കൂട്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക അല്ലെ. കൊള്ളാം അല്ലെ. ചിക്കൻ ഫ്രൈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ എല്ലാം കഴിച്ചോണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ബനാന ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം കൂട്ടി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ഇത് തന്നെയല്ലേ കുറെ നേരമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന ജഗതി ചേട്ടാ? ഒന്ന് ചിന്തിച്ചേ, ഒന്ന് മാറ്റി പിടിച്ചൂടെ? വേണ്ടേ? ഇത് തന്നെയാണോ കഴിക്കുന്നത്? കാണാം അല്ലേ. നോക്കിക്കേ. ജഗതി ചേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയേ? അയ്യോ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എനിക്ക് ഇനിയും ചിക്കൻ കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല അല്ലെ. ഐ ആം ട്രാപ്ഡ് എന്നിപ്പോ ജഗതി ചേട്ടൻ ചിന്തിച്ചോണ്ടിരിക്കുക അല്ലെ, അപ്പുറത്തെ ഇമേജിൽ ഇരുന്നിട്ട്. അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ ജഗതി ചേട്ടന് സംഭവിച്ചത്? ഒരേ സാധനം തന്നെ ജഗതി ചേട്ടൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ആദ്യത്തെ പിക്ചറിലാണെങ്കിലും ചിക്കൻ കഴിച്ചോണ്ടിരിക്കുന്നു, രണ്ടാമത്തെ പിക്ചറിലാണെങ്കിലും ചിക്കൻ കഴിച്ചോണ്ടിരിക്കുന്നു, മൂന്നാമത്തെ പിക്ചറിലാണെങ്കിൽ നല്ല വെറൈറ്റി ഡിഷസോടൊപ്പം ചിക്കൻ തന്നെയാ കഴിച്ചോണ്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ പോയാ എങ്ങനെയാ ജഗതി ചേട്ടാ? ഇതേ അവസ്ഥയിൽ എത്തും അല്ലെ. അപ്പൊ നമ്മളിന്ന് എന്താ പഠിക്കാൻ പോണത്? നമ്മളിന്ന് പഠിക്കാൻ പോണത് ജഗതി ചേട്ടനെ കുറിച്ചാ. ജഗതി ചേട്ടന്റെ ഈ കൺസംഷനെ കുറിച്ചാണ്. എന്താ ഇതിനെ വിളിക്കുന്നത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഒരേ കാര്യം കുറെ നേരം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ഇപ്പൊ ജഗതി ചേട്ടനെ പോലെ. ജഗതി ചേട്ടൻ തിന്നു നോക്കിക്കേ. ജഗതി ചേട്ടൻ ചിക്കൻ കഴിക്കുന്നു, രണ്ടാമത്തെ ഇമേജിലും ചിക്കൻ കഴിക്കുന്നു, മൂന്നാമത്തെ ഇമേജിലും ചിക്കൻ കഴിക്കുന്നു, നാലാമത്തെ ഇമേജ് ആയപ്പോഴേക്കും വയ്യാണ്ടായി അല്ലെ. അഞ്ചാമത്തെ ആയപ്പോഴേക്കും ഐ ആം ട്രാപ്ഡ്, ഇനി ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന സിറ്റുവേഷൻ ആയി. അപ്പം ഇങ്ങനെ ഒരേ പ്രവൃത്തി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ് വരും. അതിനെയാണ് ഫ്രണ്ട്സ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു വളരെയധികം ദാഹിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളവും കുടിക്കുന്നു, മൂന്നാമത്തെ ഗ്ലാസ് വെള്ളവും കുടിക്കുന്നു. എന്നാൽ ആദ്യം കുടിച്ച ആ ഗ്ലാസ് ഓഫ് വാട്ടറിൽ നിന്നും എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്നും കിട്ടുന്നത്. നമ്മുടെ ജഗതി ചേട്ടനിലേക്ക് തിരിച്ചു വന്നാലോ. ആദ്യതാ കൗതുകത്തോട് കൂടി ജഗതി ചേട്ടൻ എന്ത് കാണുന്നു? ചിക്കൻ ഫ്രൈ കാണുന്നു അല്ലെ. അതെടുത്ത് വായയിൽ വെച്ചു. ചിക്കൻ ഫ്രൈ ഇട്ട് കടിച്ച് തിന്നാണ്. പക്ഷെ ജഗതി ചേട്ടന് കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ മൂന്നാമത്തെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്ന് മതിയായി തുടങ്ങി അല്ലെ. നാലാമത്തെ ചിത്രമായപ്പോഴേക്ക് ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കുവല്ലേ. അയ്യോ, എനിക്ക് വയ്യാണ്ടായി, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു. ആൻഡ് അഞ്ചാമത്തെ ആയപ്പോഴേക്ക് ഐ ആം ട്രാപ്ഡ്, ഞാൻ വൊമിറ്റ് ചെയ്യാനായി പോവുകയാണ്. സോ ദിസ് ഇസ് ദ ബേസിക് കോൺസെപ്റ്റ്. ഒരേ പ്രവൃത്തി നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ what happens? The marginal utility from that particular product goes on declining എന്നാ പറയുന്നത്. ഇത് നമ്മളുടെ ഒക്കെ തിയറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മള് the psychological law എന്നും ബേസിക്കലി പറയാറുണ്ട്. ഫണ്ടമെന്റൽ ലോ ഇതിന്റെ മറുപേരുകളാണ്. ഫണ്ടമെന്റൽ ലോ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ലോ എന്നൊക്കെ ഇതിനെ ബേസിക്കലി നമ്മൾ വിളിക്കാറുണ്ട്. സൈക്കോളജിക്കൽ ലോ, ഫണ്ടമെന്റൽ ലോ എന്നൊക്കെ നമ്മൾ ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ അസംഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിൽസിലാണ് മെഷർ ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് യൂട്ടിൽസ് ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിൽ യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കൺസ്യൂമർ വളരെയധികം റാഷണൽ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജഗതി ചേട്ടനെ നോക്കിക്കേ, നല്ല ചിരിച്ചിരിക്കുകയാണ്. ടേബിളിൽ നിറയെ ചിക്കൻ ഫ്രൈ കൊണ്ട് വെച്ചിരിക്കാം. കൊള്ളാം, ഞാൻ കഴിക്കാൻ പോവാ. ഏതൊരു റാഷണൽ ഹ്യൂമൻ ബീയിങ് ആയാലും അവർക്കുള്ള സ്വാഭാവികമായിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയല്ലേ നമ്മൾ ജഗതി ചേട്ടനുള്ളൂ, ആണല്ലേ. അപ്പൊ ജഗതി ചേട്ടനും റാഷണലാ, നമ്മളും എന്ത് തന്നെയാണ്, റാഷണൽ ആണ് അല്ലെ. ഇനി സ്റ്റാൻഡേർഡ് ആൻഡ് ഐഡന്റിക്കൽ യൂണിറ്റ് ഓഫ് എ ഗുഡ് മസ്റ്റ് ബി കൺസ്യൂംഡ്. നോക്കിക്കേ, ജഗതി ചേട്ടൻ ഒരു ചിക്കൻ പീസ് എടുത്താണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു യൂണിറ്റ്, ഒരു ചിക്കൻ പീസ് പ്ലേറ്റ് നിറയെ ഉണ്ട്, മൊത്തം സാപ്പിട്ടു എന്നാ തോന്നുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് അവിടെ ഉണ്ട്. അടുത്ത അടുത്ത കോൺസെപ്റ്റ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒന്നാമത്തെ യൂട്ടിൽസ്, രണ്ടാമത്തെ നമ്മൾ ജഗതി ചേട്ടനെ ഓർത്താൽ മതി, റാഷണൽ ആണ്.
ഒറ്റ ചിക്കൻ പീസ്. അപ്പൊ എന്താ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അടുത്തത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ജഗതി ചേട്ടൻ ആദ്യത്തെ പിക്ചറിലാണെങ്കിലും രണ്ടാമത്തെ പിക്ചറിലാണ് മൂന്നാമത്തെ പിക്ചറിലാണെങ്കിലും അവിടെ കൊടുക്കുന്ന ആ ചിക്കൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാ പറയുന്നത്. അടുത്ത എന്താ നമ്മുടെ ജഗതി ചേട്ടൻ ഒന്നാമത്തെ പിക്ചറിലും തിന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത്തെ പിക്ചറിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂന്നാമത്തെ പിക്ചറിലും കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെ. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ജഗതി ചേട്ടനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി നിങ്ങൾക്ക് ഈ തിയറി പഠിക്കാൻ. ഓക്കെ, അപ്പൊ എന്താ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. ഒന്നാമത്തേലും കഴിക്കണു, രണ്ടാമത്തേലും കഴിക്കണു, മൂന്നാമത്തേലും കഴിക്കണു. അപ്പോഴാണ് ട്രാപ്പ് ആയത് അല്ലെ. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് ദ കമോഡിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു ചിക്കൻ പീസ് ആദ്യത്തെ ചിത്രത്തിലായാലും രണ്ടാമത്തെ ചിത്രത്തിലായാലും മൂന്നാമത്തെ ചിത്രത്തിലായാലും ചിക്കന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല. ചിക്കന്റെ വില എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിന്റെ അസംഷൻ. ഒന്നുകൂടെ നോക്കാം അല്ലെ. ഒന്ന് കണ്ട തിരിച്ചിരിക്കുന്ന റാഷണൽ ആണ് അല്ലെ. അടുത്തത് യൂട്ടിൽസിലാ മെഷർ ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താ എന്നോടൊപ്പം തന്നെ പറയാനായി ശ്രമിക്കുക. മൂന്നാമത്തെ എന്താണ്? നല്ല ചിക്കൻ പീസ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അടുത്തത് എന്താ? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ചിക്കന്റെ വിലയൊക്കെ കോൺസ്റ്റന്റ് ആ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അസംഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓൾ സെറ്റ്? ഇനി നമുക്ക് രണ്ട് കോൺസെപ്റ്റ് പഠിക്കണം. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി, മറ്റൊന്ന് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു കമോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താ? അഡീഷണൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജഗതി ചേട്ടൻ ആദ്യത്തെ ചിക്കൻ ഫ്രൈ എടുത്ത് ഇങ്ങനെ നല്ല ലുക്കൊക്കെ നോക്കി നല്ല കൊള്ളാം, ഞാൻ ഇപ്പൊ സാപ്പിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക അല്ലെ. അങ്ങനെ നമ്മള് ജഗതി ചേട്ടൻ എന്ത് ചെയ്തു? ജഗതി ചേട്ടൻ കടിച്ചു. ഓക്കെ, കടിച്ചപ്പോ കൊള്ളാം, ആദ്യത്തെ ടേസ്റ്റ് കിടു, സൂപ്പർ, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അടുത്തൊരു പീസ് കടിച്ചപ്പം അത്രയ്ക്ക് എങ്ങോട്ട് മൂന്നാമത്തെ ഇമേജിൽ അത്രയ്ക്ക് എങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു മുഖമൊന്നും അല്ല അല്ലെ. കുഴപ്പമില്ല, കാരണം വയറ് നിറഞ്ഞ ആശാന്റെ അല്ലെ. അപ്പൊ എന്താണ് അവിടെ അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പം ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ നോക്കുവാണെങ്കിൽ മൊത്തത്തില് ആദ്യം കാണുന്ന പിക്ചറിലെ പോലെ വളരെയധികം സന്തോഷത്തോടു കൂടി ചിക്കനിൽ നോക്കി നിൽക്കുന്നു. അടുത്ത എന്താ? ഓരോ പിക്ചർ കഴിയുന്തോളും ഐ ആം ട്രാപ്ഡ്, എനിക്ക് വയ്യാണ്ടായി, യെസ് ഐ ആം ട്രാപ്ഡ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ടോട്ടൽ യൂട്ടിലിറ്റി 40, അതേപോലെ 72, 92, 100, അതേപോലെ 100 ആൻഡ് 80 ആണ് തന്നേന്ന് വിചാരിക്കാം. അപ്പൊ ഈ 40, 72, 92 ഒക്കെ എന്താ? ആദ്യത്തെ കേസ് ഇത് 40, ഇത് കഴിച്ചപ്പം വീണ്ടും കൂടി വീണ്ടും കൂടി. പക്ഷേ ഇനി കഴിക്കാൻ പറഞ്ഞാൽ നമ്മളെ ജഗതി ചേട്ടന് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് വയ്യ. കഴിക്കാൻ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? എനിക്ക് പറ്റില്ല, ഞാൻ ഇത്രയും കഴിച്ച തന്നെ എങ്ങനെയാണ്, എനിക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും കഴിക്കാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുപോലെയാകും അല്ലെ. ഐ ആം ട്രാപ്ഡ് സിറ്റുവേഷനിലേക്കാകും. അപ്പൊ ഓരോ കമോഡിറ്റി നമ്മൾ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി റിപ്പീറ്റഡ് ആയി കഴിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് നാലാമത്തെ പിക്ചർ അല്ലെ. പിന്നെ അതിനുശേഷം എന്ത് സംഭവിക്കും? ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുക. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ആദ്യത്തെ ഈ 40 അതുപോലെ എഴുതുക. ഇനി 72 40 കുറയ്ക്കുക, അപ്പൊ 32 കിട്ടി. ഇനി 92 72 കുറയ്ക്കുക, അപ്പം 20 കിട്ടി. ഇതിന്ന് ഇത് കുറച്ചാ 8 കിട്ടി, ഇതിന്ന് ഇത് കുറച്ചാ 0 കിട്ടി, ഇതിന്ന് ഇത് കുറച്ചാ നമുക്ക് -20 കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എന്ത് ചെയ്യുന്നത്? പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിടികിട്ടിയോ നമ്മുടെ ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ? എല്ലാവർക്കും പിടികിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ജഗതി ചേട്ടൻ മറക്കില്ല, ഈ തിയറിയും ഇനി ലൈഫിൽ മറക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണോ എന്ന് പറയണം കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ താങ്ക് യു ഓൾ. ടുഡേ വി ഹാവ് ലേൺഡ് അബൌട്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പഠിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ കഥകളിലൂടെയാണ് ഓരോ തിയറിയും എക്കണോമിക്സിൽ പഠിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. സോ താങ്ക് യു. കീപ് ലേണിംഗ്. താങ്ക് യു ഓൾ.